അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ പ്രോമോവും കാര്യങ്ങളൊക്കെ കണ്ടതുപോലെ തന്നെ ഇന്ന് ഒരു തഗ് ഓഫ് വാറാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത്. അതായത് 19th എപ്പിസോഡിൽ ഒരുപാട് അടിയും പ്രശ്നങ്ങളും കിട്ടിലും ടാസ്കുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇന്നലെ 1750 പോയിൻ്റ് നഷ്ടമായി. അപ്പോൾ വീട്ടിൽ ഇനി സർവൈവ് ചെയ്യണമെങ്കിൽ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കാര്യങ്ങൾ വളരെ കഷ്ടത്തിലാണ്. അപ്പോൾ ബിഗ് ബോസ് അവർക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. പണിപ്പുരയിൽ കയറിയിട്ട് ആ പോയിൻറ്റ്സ്, അതായത് 1000 പോയിൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആ ചാൻസ് കൊടുത്തത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഹൗസ് മെമ്പേഴ്സ് ചെയ്യണം. അതായിരുന്നു ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് ഡിബേറ്റ് ആയിരുന്നു. രണ്ട് ആൾക്കാർക്ക് ഓരോരോ ടോപ്പിക്സ് കൊടുത്തിട്ട് അതനുസരിച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു സംഭവം. അപ്പോൾ ആദ്യം തന്നെ ശൈത്യമൊക്കെ സംസാരിച്ചതെന്ന് വെച്ചാൽ ശൈത്യമൊക്കെ എന്തൊക്കെയോ ആവാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഒരു കാര്യവുമില്ല. അതായത് എന്തൊക്കെയോ ആവാൻ ശ്രമിച്ച ശൈത്യ അതേപോലെ തന്നെ ഔട്ടായിപ്പോയി എന്ന് പറയണം. അതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ആദ്യം നമ്മുടെ നൂറയും കലാഭവൻ സരികയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോരോ ആൾക്കാർ തമ്മിലുള്ള ഡിബേറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഫിസിക്കൽ ടാസ്കുകൾ ഇപ്പം തന്നെ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അത് വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ച് സീസൺസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിൽ വലിയ രീതിയിലുള്ള ഫിസിക്കൽ ടാസ്കും കാര്യങ്ങളൊന്നും കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫിസിക്കൽ ടാസ്ക്, അതായത് 19ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിലുള്ള ഫിസിക്കൽ ടാസ്ക്, അതായത് ഫ്ലാഗ്സ് കളക്ട് ചെയ്യുക, ഓരോരോ ടീമായിട്ട് തിരിച്ചിട്ട് ആ ഒരു ഫ്ലാഗ് കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഫിസിക്കൽ ടാസ്ക് ഇന്നത്തെ. അത് നല്ല രീതിയിൽ നമ്മളിപ്പോൾ എന്താ പറയുക, ആതിരയാണെങ്കിലും നൂറയാണെങ്കിലും സരികയാണെങ്കിലും അതുപോലെ ജിസലാണെങ്കിലൊക്കെ നിലത്ത് വീണ് കിടക്കുകയായിരുന്നു ഇത് ഈ ഫ്ലാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസ് മണ്ണ് വാരി എറിയുന്ന പോലെയുള്ള നാറിയ കളിയൊക്കെ ഈ ഷാനവാസ് കളിക്കുന്നുണ്ട്. ഈ ഷാനവാസിനെ കൊണ്ടൊക്കെ തപ്പിയെടുത്ത് ഫാൻസൊക്കെ ആക്കി നടക്കുന്ന ആൾക്കാരൊക്കെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം. കാരണം അമ്മാതിരി രീതിയിലുള്ള ഒരു അമ്മാവനായിട്ടാണ് ഈ ഷാനവാസൊക്കെ. ഈ ഷാനവാസിനൊക്കെ സ്വന്തം എന്തെങ്കിലുമൊക്കെ ആയി മുന്നിലോട്ടേക്ക് പോയി കഴിഞ്ഞാലും കുറച്ച് ദിവസങ്ങൾ കഴിയുന്തോറും അമ്മാവന്തരൊക്കെ മുന്നിലോട്ടേക്ക് വരും. അതുകൊണ്ട് ഷാനവാസിനെ കൊണ്ടുവന്നൊരു സ്റ്റാർ മെറ്റീരിയലായിട്ട് കൊണ്ടുപോയി പുറത്തോട്ടേക്ക് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ മിനി രംബീർ കപൂർ ഫ്രം മീഷോ പുള്ളി ഷാനവാസിനെ നെഞ്ചത്ത് ചവിട്ടി എന്നൊക്കെ ആയിരുന്നു ആരോപിക്കുന്നത്. എന്താണ് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊന്നും എന്തായാലും കൃത്യമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ സത്യം എന്ന് നമുക്കറിയില്ല. എന്തായാലും നല്ല രീതിയിലുള്ള ഫിസിക്കൽ അറ്റാക്ക് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരം എന്തായാലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ നേരം സ്ട്രെച്ച്ഡ് ഔട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അതേ ടാസ്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി നല്ല രീതിയിൽ ഇവർക്ക് എല്ലാവരും ഇഞ്ചേർഡായിട്ട് എന്താ പറയുക വർക്ക്ഷോപ്പ് കയറ്റേണ്ടി വരുമായിരിക്കും എന്ന് തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ എന്നൊക്കെയാണെങ്കിലും ബിഗ് ബോസ് തന്നെ പെട്ടെന്ന് സയറിനടിച്ചടിച്ച് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ചില ആൾക്കാർ ആജന്മ ശത്രുക്കളായിട്ട് വീട്ടിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്താണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ടെയിലെൻഡിൽ ഒരു സംഭവം നടന്നത് ഓനിയിലും നമ്മുടെ റെനയൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ അടിയായിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിൽ ഓരോ ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ശൈത്യായിരുന്നു പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ മീഷോ രംബീർ കപൂർ കരഞ്ഞു എന്ന് പറഞ്ഞ് അഭിലാഷ് ചാടി വന്ന് സത്യം പറഞ്ഞാൽ ജിസലൊക്കെ അവിടെ ഞെട്ടിപ്പോയി ഈ അഭിലാഷ് ചാടി വരുന്നത് കണ്ടിട്ട്. എന്താണ് സംഭവം എന്നറിയാം. അതൊക്കെ ജസ്റ്റ് ഓവറാക്കലാണ് ഈ അഭിലാഷിന്. ഈ അഭിലാഷിനെയൊക്കെ കൊണ്ട് ഒരു പുല്ലും നടക്കാൻ പോകില്ല എന്ന് നമുക്കറിയാം. വെറുതെ ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെറും ഷോന് വേണ്ടി മാത്രം കാണിക്കുന്നതാണെന്ന്. കണ്ടന്റ് ഇല്ലാതെ ഷോ കാണിക്കാൻ വേണ്ടി വെറുതെ ഒച്ച ഉയർത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ പേരിൽ കുറേ നേരം ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതാണ്. പിന്തുടർന്ന് വീട്ടിലുള്ള എല്ലാവരും കൂടി അടിയായി. അതിനിടയിൽ രണ ആൻഡ് ഓനിയിൽ നല്ല രീതിയിൽ അടിയുണ്ടായിരുന്നു. അതായത് പോടി ഫുൾ രീതിയിൽ അങ്ങനത്തെയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ മിസ്സായിപ്പോയ ഒരു സംഭവം എന്ന് വെച്ചാൽ നവീൻ ആൻഡ് ശൈത്യമായിരുന്നു ഡിബേറ്റിൽ വന്ന രണ്ടാൾക്കാർ. നവീൻ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ വെച്ച് കുത്തിയിട്ടാണ് കൊടുത്തത്. ശൈത്യ വെറും ഒരു മരപ്പാഴാണ്, അനുമോളുടെ പുറകെ വെച്ചിട്ട്
സാരിത്തുമ്പും പിടിച്ച് നടക്കാൻ ശൈത്യക്ക് പറ്റും. ഇപ്പം കുറച്ച് ഒരു ദിവസം ഓന്തിനെ പോലെ നിറം മാറിയിട്ടുണ്ടല്ലോ എന്തായാലും ശൈത്യ. ഇപ്പം പുതിയ ആളായി ഇൻഡിവിജ്വലായി എനിക്ക് എൻ്റേതായ ക്യാരക്ടറുണ്ട്, ഞാൻ തെറ്റ് കണ്ട സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അനിമോള് കണ്ട കുശുമ്പും കുന്നായ്മയൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഇരുന്ന് സംസാരിച്ച റിയൽ ക്യാരക്ടർ എന്തായാലും മോളെ ശൈത്യ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പം ക്യാരക്ടർ മാറി തേങ്ങ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തൊക്കെയാണെങ്കിലും ഈ അഭിലാഷിൻ്റെയൊക്കെ ഷോ, ഈ ഓനിയിൽ എന്ന് പറയുന്ന വേസ്റ്റ് കണ്ടസ്റ്റൻ്റ്, ഒരു കുന്തവും ചെയ്യാത്ത ഈ വേസ്റ്റ് കണ്ടസ്റ്റൻസിൻ്റെ ഷോനൊക്കെ ഈ 18 വയസ്സുള്ള രണ കയറി നിന്ന് പുകയ്ക്കുന്ന കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് കുഴപ്പമില്ലാന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഈ രണേൻ്റെ ലവ് സ്റ്റോറിയും മറ്റേ കരച്ചിലൊക്കെ കണ്ടപ്പോൾ 2 ദിവസം മുന്നേ നല്ല ബോറായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എല്ലാ കണ്ടസ്റ്റൻസും ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റുന്ന ലെവലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഒരു കൈൻഡ് ഓഫ് വേസ്റ്റ് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് തോന്നുന്നത്. അതിൽ ബിഗ് ബോസിൻ്റെ ഈ കണ്ടസ്റ്റൻറ്റ് സെലക്ട് ചെയ്ത ആളെ പറഞ്ഞാൽ മതി, അമ്മാതിരി രീതിയിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അയാളും ആ ഒരു തരത്തിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ലൊരു ഹൈ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും പ്രേക്ഷകർക്ക്. അല്ലെങ്കിൽ ഞങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് എന്തെങ്കിലും ഒരു നല്ല രീതിയിലൊരു ഹൈ ആയി നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റുക. ഇപ്പോൾ ആറാട്ടനെയോ അലൻ ജോസ് പെരേരനെയോ അല്ലെങ്കിൽ തൊപ്പീനെയൊക്കെ പോലെയുള്ള ആൾക്കാരെ റിസ്ക് എടുത്ത് കൊണ്ടുവരണം. അതിനുള്ള റിസ്ക് എടുത്ത് കാണിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം.